عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട തങ്ങന്മാരെ, ഉസ്താദുമാരെ, അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം പിരിശം വെച്ച ഹുബ്ബ് വെച്ച മോമിനീങ്ങളെ, ഇന്ന് വളരെ ഉന്നതമായ ഉത്തമമായ ഒരു വലിയ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ KCR കുടുംബാംഗങ്ങളായ മോമിനീങ്ങൾ ഒരുമിച്ച് കൂടി കണക്കില്ലാത്ത സ്വലാത്ത്, 1 കോടി എന്ന് നമ്മൾ കണക്ക് വെച്ചെങ്കിലും അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ വേണ്ടതുകൊണ്ട് ഓരോ ഐഡികളിൽ നിന്ന് തന്നെ ഒന്നിലധികം ലക്ഷങ്ങൾ ചൊല്ലിയ വിവരങ്ങളാണ് ഇവിടെ അധിക ഐഡികളിൽ നിന്നും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിൽ ഓരോരുത്തരും സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത്, സ്വലാത്ത് ചൊല്ലിയപ്പോ, സ്വലാത്തിന് വേണ്ടിയിട്ട് ഇവിടെ എണ്ണം അറിയിച്ചപ്പോ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തപ്പോ ഒക്കെ ഉണ്ടായിരുന്ന ആ നിയത്തുകളും ആഗ്രഹങ്ങളും തേട്ടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും അറിഞ്ഞിരിക്കുന്നു. അവൻ അറിയുന്നവനാണ്. അപ്പൊ ഞാനിപ്പോ പെട്ടെന്ന് എടുത്തത്, ഇന്ന് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ദുആ സമ്മേളനം, ഒരു ദുആ മജ്ലിസിന് മുമ്പായിട്ട് ആ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തിരിക്കുന്ന ഒരു മുഖ്യ പ്രഭാഷണം ബഹുമാനപ്പെട്ട നമ്മുടെ TH ഉസ്താദിനാൽ നടത്തണം. അതിനുവേണ്ടി ബഹുമാനപ്പെട്ടവരുടെ ഇന്നത്തെ ക്ലാസിന്റെ വിഷയം തന്നെ അങ്ങനെ ഒരു ഹുബ്ബുർ റസൂൽ എന്നുള്ള ഒരു വിഷയത്തിലേക്ക് ആക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ടവര് അതിനുള്ള തയ്യാറെടുപ്പിലായിട്ട് വന്നതാണ്. അങ്ങനെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് കേട്ടുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെല്ലാം അങ്ങനെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശ പൂണ്ട ആ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ പോലുള്ളവര് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നടക്കപ്പെടാത്ത, തട്ടപ്പെടാത്ത ഒരു ദുആ ആയി തീരുകയും അത് നമ്മുടെ ആഖിറത്ത് വരേക്കും, അവസാനം നമ്മുടെ ആഖിറത്തിൽ അള്ളാഹുവിനെയും അവന്റെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കണ്ടെത്തുന്നത് വരേക്കുമുള്ള ഒരു സബീലായി തീരുന്നതിനും ഒരു സൗഭാഗ്യമായി തീരുന്നതിനും അതൊരു കാരണമാകും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതിനുവേണ്ടി തന്നെയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പക്ഷെ ബഹുമാനപ്പെട്ട TH ഉസ്താദിന്റെ എന്താ പറയുക, ആ ശാന്തി, ബഹുമാനപ്പെട്ടവരുടെ ആ സഹിഷ്ണുത, അത് യഥാർത്ഥത്തിൽ എന്നെപ്പോലുള്ളവർക്ക് ഇവിടെ കേട്ടുകൊണ്ട്, ബഹുമാനപ്പെട്ട സഹോദരൻ നൗഷാദ് തായക്കോട് സഹോദരൻ പറഞ്ഞതുപോലെ, അത് ബഹുമാനപ്പെട്ടവർ അങ്ങ് സഹിച്ചത് കേട്ടുകൊണ്ട് ഇരിക്കുന്നതോടൊപ്പം തന്നെ അവർക്കെല്ലാം നല്ലതായ രൂപത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുകയും നല്ല മറുപടികൾ കൊടുത്തുകൊണ്ട് ഇരിക്കുമ്പോഴും പക്ഷെ ഇത് കേൾക്കുന്നവർക്ക് വല്ലാത്ത ഒരു വിഷമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയമായിട്ട് മൈക്കിന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾ തന്നെ ഇൻഷാ അല്ലാഹ് ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് പല വിഷയങ്ങളുമായിട്ട്, പല കാര്യങ്ങളുമായിട്ടുള്ള ആളുകൾ കൂടിയിട്ടുണ്ടെങ്കിലും ഈ സ്വലാത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് ഈ സമയത്ത് ധാരാളം ഐഡികൾ നമ്മളെ അറിയിച്ചുകൊണ്ടും അറിയിക്കാതെയും ഒക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അവരെ മാനിച്ചുകൊണ്ട്, അവരുടെ ആ ഹൃദയങ്ങളിൽ അള്ളാഹുവിനോടും അവന്റെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ മഹബത്തിനെ നാം മാനിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ദുആ മജ്ലിസിനെ നിയത്താക്കി വന്ന അവരുടെ ആ ഹൃദയങ്ങളെ മാനിച്ചുകൊണ്ട്, അവരുടെ നിയത്തിനെ മാനിച്ചുകൊണ്ട്, അവരുടെ ഇഖ്ലാസിനെ മാനിച്ചുകൊണ്ട് നമ്മളെ പോലുള്ള സഹോദരങ്ങൾ ബാക്കിയുള്ളവരും കൂടി ഇൻഷാ അല്ലാഹ് ഒരു സൗകര്യം ചെയ്ത് കൊടുത്താൽ ഇൻഷാ അല്ലാഹ് അവർക്ക് ആ നല്ല മനസ്സിൽ കാണാനായിട്ട്, ആ നല്ല നിയ്യത്ത് കാരണമായിട്ട് നമുക്കും അത് ഒരു വിജയത്തിന്റെ, ഒരു ആഖിബത്ത് നന്നാവുന്നതിന് ഒരു കാരണമായി തീരും. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട തങ്ങള് അതിനുവേണ്ടി റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ KM1 ഐഡിയിലും എനിക്കും അതുപോലെ തന്നെ ഉസ്താദിനും TH ദാരിമി ഉസ്താദിനും ഒക്കെ അയച്ച എല്ലാ ടീമുകളും ഇൻഷാ അല്ലാഹ് അതിലുള്ള വിവരങ്ങളെല്ലാം ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ PM ചെയ്ത് കുറെ ഒരു ഇതുവരേക്കും അയച്ചതെല്ലാം ബഹുമാനപ്പെട്ടവരുടെ തങ്ങളെ
ഐഡിയിലെ ആ PM-ലേക്ക് നമ്മൾ അത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞായി. ഇനി ഉള്ളതും ഇൻഷാ അള്ളാ എന്റേത് ഓപ്പണാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട തങ്ങൾ കൂടുതൽ വിഷമിപ്പിക്കേണ്ട എന്നുള്ള നിലയിലാണ് അത്. പിന്നെ ചില കോണ്ടാക്ട് ഉള്ള മെസ്സേജുകൾ മാത്രമേ സ്വീകരിക്കുള്ളൂ. പക്ഷെ എന്റേത് എല്ലാം സ്വീകരിക്കും. ഇങ്ങോട്ട് അയച്ചോളി, ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ പാസ് ചെയ്ത് കൊടുക്കാം ഇൻഷാ അള്ളാ. ആരുടെ ദുആയും ആരുടെ ദുആ കൊണ്ടുള്ള വസിയത്തും ഇൻഷാ അള്ളാ അത് പാഴായി പോവില്ല. അത് തീർച്ചയായിട്ടും അതെല്ലാം ബഹുമാനപ്പെട്ടവർ വായിച്ച് മനസ്സിലാക്കിയ ശേഷം എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഇൻഷാ അള്ളാ അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ഹൃദയത്തെ തിരിച്ചുകൊണ്ടുള്ള ഒരു ദുആ ഉണ്ടായിരിക്കും, സ്വീകരിക്കപ്പെടുന്ന ഒരു ദുആ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് വന്ന് ഇൻഷാ അള്ളാ ഞങ്ങളുടെ ഹൃദയങ്ങളെ അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളിലേക്കും ആശ ഉണ്ടാക്കി തരുന്ന രൂപത്തിലുള്ള ഒരു നസീഹത്ത്, ഒരു ഹബ്ബുർ റസൂൽ, ഒരു മദ്ഹ് റസൂൽ ചൊല്ലിക്കൊണ്ട് പറഞ്ഞു തന്നോണ്ട് ഇൻഷാ അള്ളാ ഈ വിഷയത്തിന് തുടക്കം കുറിക്കാം. ബഹുമാനപ്പെട്ട DH ഉസ്താദ് മൈക്കിലേക്ക് വന്ന് ഉസ്താദ് ആ പ്ലാൻ ചെയ്ത് വന്ന രൂപത്തിൽ തന്നെ ക്ലാസ് എടുക്കണമെന്ന് ദീനിന്റെ പേരിൽ അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. സമുദായത്തെ അല്ലാഹു ഒന്നാക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാന്യരായ സാദാത്തുക്കളെ, അഭിനന്ദരായ ഉസ്താദുമാരെ, അഭിനന്ദരായ സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പേരിൽ ലക്ഷക്കണക്കിനായ കോടിക്കണക്കിനായ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് ഒരു വല്ലാത്ത ആത്മീയമായ ഉത്കൃഷ്ടതയോടുകൂടെ, ഒരു ആത്മീയമായ നിർവൃതിയോടുകൂടെ നാം KICR-ന്റെ ക്ലാസ് റൂമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സ്വലാത്തുകളെല്ലാം വെച്ചുകൊണ്ട് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ സന്നിധാനത്തിൽ ഈ സ്വലാത്തുകൾ കാണിക്ക വെച്ചുകൊണ്ട് നമ്മുടെ ഓരോ മനസ്സിനെ നീറ്റിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, രോഗങ്ങൾ, ബന്ധപ്പെട്ടവരുടെ അസുഖങ്ങൾ, അതുപോലെ തന്നെ പ്രതീക്ഷകൾ, ജീവിത സന്ധാരണ മാർഗങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനേക്കാൾ ഏറെയെല്ലാം ഉപരി ഈ വളരെയേറെ പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞ, വളരെയേറെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഈമാനോടുകൂടെ അള്ളാഹുവിനെ വണങ്ങിക്കൊണ്ട്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റിക്കൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു നല്ല മുസൽമാനായി ജീവിക്കുവാനുള്ള, ഒരു നല്ല സത്യവിശ്വാസിയായി ജീവിക്കുവാനുള്ള തൗഫീഖ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആവശ്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ, ആവശ്യങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ ആവശ്യങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മേലിൽ നാം ചൊല്ലിയതായ സ്വലാത്തുകൾക്ക് വേണ്ടിയുള്ള ആ ദുആ നിർവഹിക്കപ്പെടാൻ പോവുകയാണ്. അതിന്റെ മുന്നോടിയായിക്കൊണ്ട് അഭിനന്ദരായ ഉസ്താദുമാർ പറഞ്ഞ പോലെ, അഡ്മിൻ സഹോദരങ്ങൾ പറഞ്ഞ പോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുവാൻ വേണ്ടി നാം പറയുകയുണ്ടായി, ആവശ്യപ്പെടുകയുണ്ടായി. ആ സ്വലാത്തുകളുടെ എണ്ണവും ആ സ്വലാത്തുകളുടെ വണ്ണവും എല്ലാം ഇവിടെ അറിയിക്കണം എന്ന് നമ്മൾ പറയുകയുണ്ടായി. മാത്രമല്ല അതെല്ലാം അറിയിച്ചുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയാൻ കാരണം, അതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഈ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ഇപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റാതെ നമുക്ക് മുഅ്മിനാവാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായ ഭാഷയിൽ, വളരെ വ്യക്തമായ ഭാഷയിൽ വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ച കാര്യമാണത്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല, എല്ലാ അർത്ഥത്തിലും, ഏതർത്ഥത്തിൽ നോക്കുകയാണ് എങ്കിലും. അതുകൊണ്ട് തന്നെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റണമെന്നുണ്ടെങ്കിൽ ആ നബിയോടുള്ള ഒരു വലിയ മഹബ്ബത്ത് നമ്മുടെ കയ്യിൽ വേണം, നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇസ്ലാം നമ്മോട്, ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ ഈ നബിദിന പരിപാടികളിൽ റബീഉൽ അവ്വലിന്റെ ആഗമന സന്ദർഭത്തിലുള്ള ഏതോ ഒരു ക്ലാസ്സിലാണ് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഉണ്ടാവാൻ എന്തൊക്കെ ചെയ്യണം, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ പ്രകടിപ്പിക്കണം, ഇത് രണ്ടാമത്തെ കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഇന്നിവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, അള്ളാഹുവിന്റെ റസൂലിനോട് മഹബ്ബത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നാം ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്, ഏത് കാര്യത്തിനും ഏറ്റവും ആദ്യമായി വേണ്ടത് അള്ളാഹുവിന്റെ ഒരു തൗഫീഖാണ്. അത്
എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നബിയോടുള്ള മഹബത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഏതേത് കാര്യമാണെങ്കിലും ആ കാര്യം സംഭവിക്കണമെങ്കിൽ എല്ലാം സൃഷ്ടിച്ചവനായ, എല്ലാം പരിപാലിക്കുന്നവനായ, എല്ലാം സംവിധാനിച്ചു കൊണ്ടിരിക്കുന്നവനായ അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ തൗഫീഖും ഉണ്ടായിരിക്കണം. അതില്ലാതെ വന്നാൽ, അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാതെ വന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാമല്ലോ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ കാലഘട്ടത്തിൽ ജീവിച്ച് നബിയെ കാണാനുള്ള ഭാഗ്യം ലഭിച്ച എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലെ അന്ത്യപ്രവാചകനെ കാണാൻ കഴിഞ്ഞില്ല, അള്ളാഹുവിന്റെ ഹബീബിനെ കാണാൻ കഴിഞ്ഞില്ല, ആ പ്രവാചകനിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് അവർക്ക് നൽകിയില്ല. അതേസമയം അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കളായിരുന്ന എത്രയോ ആൾക്കാരെ നമുക്കറിയാവുന്നതാണ്. ആ ആൾക്കാരിൽ പലർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം വലിയ അനുഗ്രഹങ്ങൾ നൽകിയില്ലേ? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുക്കളായി ബദറിലും ഉഹദിലും യുദ്ധത്തിന് വന്ന ആൾക്കാരിൽ ഒരുപാട് പേർ അവസാനം അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിവരന്മാരിൽപ്പെട്ട ആൾക്കാരായി തീർന്ന മനോഹരമായ ചരിത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ശരിയായ മഹബത്ത് ഉണ്ടാകണമെങ്കിൽ എല്ലാ കാര്യങ്ങളിലും എന്ന പോലെ ആദ്യം അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവണം. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവാൻ എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ നമ്മുടെ വിഷയം അതിനേക്കാൾ വലുതായി പോകും. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുകയല്ല. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ചും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തിയും ജീവിക്കണം. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഫീ കുല്ലി മാ അമറ ബിഹി, അള്ളാഹു കൽപ്പിച്ച ഏതേതു കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പാലിക്കുകയും അള്ളാഹു ഏതെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നമ്മോട് ആവശ്യപ്പെട്ടുവോ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം നാം എല്ലാ അർത്ഥത്തിലും ഒഴിവായി നിൽക്കുകയും ചെയ്യുക. അതോടുകൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങൾ കൊണ്ടും, എല്ലാ അനക്കങ്ങൾ കൊണ്ടും, എല്ലാ അടക്കങ്ങൾ കൊണ്ടും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ, അള്ളാഹുവിന്റെ പ്രീതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിന്റെ കടാക്ഷം നമ്മുടെ മേലുണ്ടാകും. ആ കടാക്ഷത്തെയാണ് തൗഫീഖ് എന്ന് പറയുന്നത്. ആ തൗഫീഖ് നമ്മോടൊപ്പം ഉണ്ട് എങ്കിൽ നമുക്ക് നല്ല മുസ്ലിമായി ജീവിക്കാൻ കഴിയും, നല്ല മുഅ്മിനായി ജീവിക്കാൻ കഴിയും. മാത്രമല്ല മഹാനായ നബിയോടുള്ള മഹബത്ത് ഉണ്ടാക്കി തീർക്കാൻ കഴിയും. ഈ നല്ല മുസൽമാനായും നല്ല മുഅ്മിനായും നല്ല മുഹിബ്ബായും ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും, സാമ്പത്തികമായ, ശാരീരികമായ, അതുപോലെ തന്നെ സാമൂഹികമായ എല്ലാത്തരം അനുഗ്രഹങ്ങൾക്കും വിധേയരാവാനുള്ള മഹത്തായ ഭാഗ്യം നമുക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ മഹാനായ നബിയോട് മഹബത്ത് ഉണ്ടാവണമെങ്കിൽ ആദ്യമായി വേണ്ടത് അള്ളാഹുവിന്റെ തൗഫീഖാണ് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേത് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പഠിക്കുക എന്നതാണ്. നബിയെ സംബന്ധിച്ച് പഠിക്കുവാൻ നമ്മൾ തയ്യാറായാൽ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിവരന്മാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നബിയെ അവർക്ക് കിട്ടിയപ്പോൾ, നബിയെ അവർ മനസ്സിലേക്ക് ആവാഹിച്ചപ്പോൾ, നബിയെ അവർ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ മുമ്പിൽ ഈ ഭൗതിക ജീവിതത്തിന്റെ ഒരു സുഖങ്ങൾക്കും അവർ വില നൽകിയില്ല എന്നതാണ് ഓരോ സഹാബിയുടെയും ജീവിതം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് വലിയ വലിയ പണക്കാരായ ആൾക്കാരുണ്ടായിരുന്നു, വലിയ കച്ചവടക്കാരായ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ പിന്നെ നമ്മൾ കാണുന്നത് ഇസ്ലാം കച്ചവടം ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ഇസ്ലാം സമ്പത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് പിന്നീട് അവരെയൊക്കെ കാണാൻ കഴിയുന്നത് എന്തായിട്ടാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരൊന്നും അതിന് താല്പര്യമില്ലാതെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുണി വ്യാപാരിയായിരുന്നു എന്ന് നമ്മൾ ചരിത്ര അധ്യായങ്ങളിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പക്ഷേ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം പിന്നീട് നമ്മൾ അദ്ദേഹത്തെ വ്യാപാരത്തിന്റെയോ വ്യവസായത്തിന്റെയോ മേഖലയിലൊന്നും കാണുന്നില്ല. കാരണം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങോട്ട് മനസ്സ് സമർപ്പിക്കുകയും അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലങ്ങോട്ട് കാസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അതോടുകൂടെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ താല്പര്യവും ജീവിതവുമെല്ലാം ആ പ്രവാചകനും ആ പ്രവാചകന്റെ സന്ദേശവുമായി തീരുകയാണ്. ഇതുപോലെയാണ് അവിടെ ഓരോ സഹാബിയുടെ ജീവിതം എന്ന് പറയും. എന്താ കാരണമെന്നറിയാമോ? അവർ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്ധമായി കണ്ണടച്ച് വിശ്വസിക്കുകയായിരുന്നു എന്നല്ല നമ്മൾ പറയുന്നത്. മറിച്ച് അവർ നബിയുടെ തെളിമയാർന്ന വിനയമാർന്ന ജീവിതം കണ്ടു. ആ ജീവിതത്തിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാക്ഷാൽ വലുപ്പം അവർ കണ്ടു, കേട്ടു, അറിഞ്ഞു, അനുഭവിച്ചു.
നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമാണത്. നമ്മൾ വെറും ഒരു പ്രസംഗം കൊണ്ട് മാത്രം നബിയെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. വെറും ഒരു ലേഖനത്തിൽ നിന്ന് മാത്രം നബിയെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ഞാൻ എൻ്റെ നല്ലവരായ സഹോദരങ്ങളെ വീണ്ടും വീണ്ടും ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് സമ്പൂർണമായി മനസ്സിരുത്തി നല്ല മനസാന്നിധ്യത്തോടുകൂടെ, നല്ല നിയ്യത്തോടുകൂടെ, നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടെ പഠിക്കുവാൻ മനസ്സിലാക്കുക, പഠിക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് മഹബ്ബത്ത് ഇരച്ചു കയറുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ സന്ദർഭത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ നമുക്ക് സമയമില്ല. നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എല്ലാവരും സ്വലാത്ത് ചൊല്ലി വന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വലാത്തുകളെ എല്ലാം സ്വീകരിക്കുമാറാവട്ടെ എന്ന് വീണ്ടും വീണ്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ ബാധ്യതപ്പെട്ടവരായ നാം, സ്നേഹിക്കൽ കടമപ്പെട്ടവരായ നാം എങ്ങനെ അത് സ്നേഹിക്കണമെങ്കിൽ നബിയോടുള്ള സാക്ഷാൽ മഹബ്ബത്ത്, അഷ്കുർ റസൂൽ എന്ന് പറയുന്ന ആ ശരിയായ മഹബ്ബത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഒന്നാമതായി ചെയ്യാനുള്ള കാര്യം എന്നത് മഹാനായ നബിയെ അടുത്തറിയുക, നബിയെ ശരിക്കും മനസ്സിലാക്കുക എന്നതാണ്. അതിന്റെ തെളിവെന്താണെന്നറിയാമോ? ലക്ഷക്കണക്കിനായ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിവര്യന്മാർ അവരെത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ അവരുടെ സച്ചരിതരായ സഹാബിവരന്മാരോടുകൂടെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്കും ഭാഗ്യവും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സഹാബിവരന്മാരോളം ഭാഗ്യവാന്മാരാരാണ്? നമ്മളിപ്പോ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ജിദ്ദ നഗരത്തിലെ എൻ്റെ വീട്ടിലെ ഒരു ചെറിയ കൊച്ചുമുറിയിൽ എൻ്റെ മേശപ്പുറത്തിന് മുമ്പിലിരുന്നു കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ ആൾക്കാരോടും, അല്ലെങ്കിൽ ഇവിടെയുള്ള 350ഓളം ആൾക്കാരോട്, ഇന്ത്യയിലും UAE-യിലും അതുപോലെ തന്നെ മറ്റു ഗൾഫ് റീജിയനിലും രാജ്യത്തിലെ പല ഭാഗങ്ങളും ലോകത്തിലെ പല ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന ആൾക്കാരോട് ഞാൻ സംസാരിക്കുകയാണ്. ഇത് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ്, ഞാൻ എന്തൊരു വലിയ ഭാഗ്യവാനാണ്, ഞാൻ എന്തൊരു വലിയ അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ ആളാണ്, എനിക്ക് എന്തൊരു വലിയ സൗഭാഗ്യമാണ് ഉണ്ടായിരിക്കുന്നത്. പഴയ ആൾക്കാർ, എൻ്റെ വാപ്പ, എൻ്റെ വല്ലിപ്പ, എൻ്റെ ഉപ്പാപ്പ, അല്ലെങ്കിൽ അവിടെ മുൻഗാമികളായ ആൾക്കാർ, അവർക്കൊന്നും ഇത്ര ഭാഗ്യം ഉണ്ടായില്ലല്ലോ, ഞാൻ വലിയ ഭാഗ്യവാനാണ് എന്ന് ഞാൻ അഭിമാനിക്കുകയാണ്. പക്ഷേ ഞാൻ എന്ത് ഭാഗ്യവാനാണ്? നമ്മളെല്ലാവരും എന്ത് ഭാഗ്യവാന്മാരാണ്? എന്ത് അഭിമാനം നമുക്കുണ്ടായാലും, എന്ത് സാമ്പത്തികമായ വളർച്ച നമുക്കുണ്ടായാലും, എന്തു സാങ്കേതികമായ വളർച്ച നമുക്കുണ്ടായാലും നമ്മളെക്കാൾ വലിയ ഭാഗ്യവാന്മാരാരാണെന്നറിയാമോ? ഈ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും കാണുവാനും മനസ്സിലേറ്റുവാനും കഴിഞ്ഞ അള്ളാഹുവിന്റെ റസൂലിന്റെ, അള്ളാഹു സുബ്ഹാനഹു വ തആല റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് വിശേഷിപ്പിച്ച അള്ളാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരികളായ സഹാബിവരന്മാർ, അതാണ് നബി അങ്ങോട്ട് പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ നബി എന്താണ് എന്ന് അവർക്ക് ശരിക്കും മനസ്സിലായി. നബിയെ സംബന്ധിച്ച് യാതൊരു ആശങ്കയും അവർക്കുണ്ടായിരുന്നില്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശി കുടുംബത്തിലെ ഒരു കുമാരനായിരുന്നു, ഒരു വലിയ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ, ബനു ഹാഷിം എന്ന് പറഞ്ഞാൽ മക്കയിലെ കിരീടം വെക്കാത്ത സുൽത്താൻമാരായിരുന്നു. പക്ഷേ ഈ വലുപ്പത്തിന്റെ മുമ്പിലൊന്നും അവർ അഹങ്കാരത്തിന്റെ ഒരു നോട്ടം പോലും നോക്കിയതായി സഹാബിമാർക്കറിയില്ല. അവർ അഹങ്കാരത്തിന്റെ ഒരു സ്വരം പോലും പറഞ്ഞതായി, അവരിൽ നിന്നുണ്ടായതായി സഹാബിമാർ ആരും കണ്ടിട്ടില്ല. അത്രമാത്രം വിനയമായിരുന്നു അവർക്കുണ്ടായിരുന്നത്, അത്രമാത്രം വിധേയത്വമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവര് പ്രവാചകനായതോടുകൂടെ വലിയ ആളായി, വലിയ അഹങ്കാരത്തോടുകൂടെ മുന്നോട്ട് പോയില്ല. നിശയുടെ നിശബ്ദയാമങ്ങളിൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ മദീന നഗരിയിലെ ഓരോ സഹാബിയും കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ ഈ ലോകത്തിന്റെ എല്ലാമായ, ഈ ലോകത്തിന്റെ ഖായിദും നേതാവുമായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ ചാരത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട്, വുളൂ ചെയ്തുകൊണ്ട്, സുജൂദിൽ വീണ് കിടന്നുകൊണ്ട് ഏങ്ങി കരയുന്ന പ്രവാചകന്റെ ചിത്രമാണ് മുസ്ലിം ലോകത്തിനും സഹാബിമാർക്കും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം വിനയമുള്ള ആളായിരുന്നവർ, എത്രമാത്രം വിധേയത്വമുള്ള ആളായിരുന്നവർ. ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആരാധന നിർവഹിക്കുന്ന ആളായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പം അതാണ് ആ നബിയെ പച്ചയിൽ കാണുവാനും ശരിക്കും മനസ്സിലാക്കുവാനും ആ പ്രവാചകന്റെ ഡെപ്ത് എത്രമാത്രം വലുതാണ് എന്നത് ഉൾക്കൊള്ളുവാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്ലാസ് റൂം ഉപയോഗപ്പെടുത്തി, നമ്മുടെ മറ്റു ടെക്നോളജി ഉപയോഗപ്പെടുത്തി, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ സൂക്ഷ്മമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ
മനസ്സിൻ്റെ ഉള്ളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളൊരു മഹബത്ത് ഉണ്ടാവും. ഇപ്പം നമുക്ക് എല്ലാവർക്കും മഹബത്തുണ്ട്, നമ്മളെല്ലാവരും മുഹബ്ബീങ്ങളിൽപ്പെട്ടവരാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ക്രമത്തിലുള്ള ഒരു പഠനത്തിനുള്ള തൗഫീക്ക് നമുക്ക് ഉണ്ടാകുകയും അങ്ങനെ നമ്മൾ പഠിക്കുകയും ചെയ്യുകയാണ് എന്നതിന് ശേഷം നമ്മൾ നബിയെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ആ സ്നേഹത്തിന് വേറെ ഒരു മാധുര്യമുണ്ടാകും, വേറെ വ്യതിരിക്തമായ ഒരു ഹലാവത്ത് ഉണ്ടാകും. ആ ഹലാവത്താണ് സത്യത്തിൽ നമ്മെ ശരിയായ ഇസ്ലാമികമായ വികാരങ്ങളിലേക്ക് എത്തിക്കുക. അതെല്ലാ സഹോദരങ്ങളെയും ഈ സന്ദർഭം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുവാൻ, സ്നേഹമുണ്ടാകുവാൻ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് നബിയെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പഠിക്കുക, രണ്ടാമത്തേത് ആ നബിയെ അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പിന്തുടരുക. നോക്കൂ, അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും മുമ്പിൽ നമ്മുടെ ഒരു തരം കാപഢ്യവും വിലപ്പോവില്ല. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഞാൻ വലിയ പ്രസംഗം പ്രസംഗിച്ച് ഞാൻ വലിയ ഇഷ്കുർ റസൂലിൻ്റെയും മഹബത്തുർ റസൂലിൻ്റെയും കാര്യങ്ങൾ അച്ചടി മലയാളത്തിൽ പറഞ്ഞതുകൊണ്ടൊന്നും ഞാൻ സാക്ഷാൽ മുഹിബാകുന്നില്ല. ഞാൻ വലിയ ശബ്ദത്തിൽ പ്രസംഗിച്ച് വലിയ പ്രവാചക പ്രേമിയാണ് എന്ന് അഭിനയിച്ചത് കൊണ്ടൊന്നും ഞാൻ സാക്ഷാൽ മുഹിബാകുന്നില്ല. മറിച്ച് എന്താ വേണ്ടതെന്നറിയോ? ആ പ്രവാചകൻ ചെയ്തതും ആ പ്രവാചകൻ പറഞ്ഞതും ആ പ്രവാചകൻ അനുവർത്തിച്ചതുമായ ആ സുന്നത്തുകളിലെ ആ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട്. ഇത് പറയുമ്പോൾ ഇത് പറയാനുള്ള യാതൊരു അർഹതയുമില്ലാത്ത ഒരാളാണ് ഇത് പറയുന്നത് എന്ന ഒരു മനസാക്ഷിക്കുത്തോടുകൂടെ തന്നെയാണ് ഞാൻ സവിനയം ഇത് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നബിയിൽ നിന്ന് നമുക്ക് അകലമുണ്ടാകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, നബിയോടുള്ള മഹബത്ത് ഉണ്ടാവാൻ നബിയെ പഠിക്കണം എന്ന് പറഞ്ഞല്ലോ. നബിയെ പഠിക്കുന്ന വിഷയത്തിൽ വീഴ്ച വന്നതുകൊണ്ടാണ് നബിയോട് നമുക്ക് വേണ്ട പോലുള്ള ഒരു അടുപ്പം ഉണ്ടാവാത്തത് എന്ന് പറയുന്ന അതേ ക്രമത്തിൽ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നമ്മുടെ കൈവിരലിലും കാൽവിരലിലും കയ്യിലും കാലിലും കണ്ണിലും കാതിലും തലയിലും വസ്ത്രത്തിലും ഒന്നും ഇല്ലാതെയായിരിക്കുന്നു. അതുകൊണ്ട് നബിയിൽ നിന്ന് വളരെ അകന്നാണ് നാം സഞ്ചരിക്കുന്നത്. നബി ധരിച്ച വസ്ത്രം വേറെ ഒന്നാണ്, നബി ഇഷ്ടപ്പെട്ട കളർ വേറെ ഒന്നാണ്, നബി ധരിച്ച തലപ്പാവ് വേറെ ഒന്നാണ്, നബി സംസാരിച്ച സംസാരത്തിന്റെ ശൈലി മറ്റൊന്നാണ്, നമ്മുടേത് ഇതെല്ലാം വേറിട്ടതാണ്. അതുകൊണ്ട് നമ്മളും നബിയും തമ്മിൽ വല്ലാത്ത ഒരു അകലമുണ്ടാവുകയാണ്. ഈ അകലം കൊണ്ടാണ് സത്യത്തിൽ നമുക്ക് ശരിക്കും മഹബ്ബത്തുർ റസൂൽ എന്ന് പറയുന്ന അതിന്റെ ആ ഹലാവത്ത്, അതിന്റെ ആ മാധുര്യം നമ്മുടെ മനസ്സിലേക്കാണ് കയറാത്തത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്കിറങ്ങുമ്പോൾ, രാത്രിയിൽ പുറത്തേക്കിറങ്ങുമ്പോൾ, തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാതിൽക്കൽ ഒരാളനക്കം. ആ ആളനക്കത്തേക്ക് ഇറങ്ങുമ്പോൾ, തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ ഈ സന്ദർഭത്തിൽ എന്താണ് വേണ്ടത് ചോദിച്ചുകൊള്ളുക. ഈ സമയത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ചോദിച്ചുകൊള്ളുക. ആ സഹാബിയുടെ മുമ്പിൽ വലിയ സൗഭാഗ്യം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈത്താലത്തിൽ വെച്ച് നീട്ടിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ സഹാബിയോട് രാത്രിയുടെ അവസാനയാമത്തിൽ നബിയെ കാണാൻ വേണ്ടി വന്ന ആ സഹാബി വര്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, വേണ്ടത് എന്താണെന്ന് ചോദിച്ചോളൂ. മഹാനായ ആ സഹാബി വര്യന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഭാഗ്യം എന്താണെന്നറിയാമോ? നല്ലൊരു വസ്ത്രം ഇടാൻ ഭാഗ്യമില്ലാത്ത ആ സഹാബി വര്യൻ, എല്ലാ നേരത്തും ഭക്ഷണം കഴിക്കാനുള്ള വകയില്ലാത്ത ആ സഹാബി വര്യൻ, പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും പുകച്ചുരുകൾക്കിടയിൽ ജീവിച്ചിരിക്കാവുന്ന ആ സഹാബി വര്യൻ നബിയെ, എന്റെ ജീവിതം ഒന്ന് പച്ചപിടിക്കാൻ, എന്റെ ജോലി ഒന്ന് ശരിയാവാൻ, എന്റെ വരുമാനം ഒന്ന് വർദ്ധിച്ചു കിട്ടാൻ ഒന്നും ആവശ്യപ്പെടുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് രാത്രിയുടെ ഏകാന്തതയിൽ നബിയെ വീണ് കിട്ടിയ ആ സഹാബി വര്യൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം എന്താണെന്നറിയാമോ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അള്ളാഹുവിന്റെ റസൂലേ, സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം എത്താൻ കഴിയണം, അതാണ് എൻ്റെ ആഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആ ചോദ്യം കേട്ട് തരിച്ചു പോയിരിക്കണം. അതല്ലാതെ മറ്റൊന്നും ചോദിക്കാനില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് ചോദിച്ചു. സഹാബി പറഞ്ഞു, അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം അതാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം അതാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന അതാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്.
അതുകൊണ്ട് തന്നെ എനിക്ക് അതേ ചോദിക്കാനുള്ളൂ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ ധാരാളം സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും. കാരണം അത് വലിയൊരു സംഭവമാണ്. ഇതിന് നിന്റെ ഒരു സഹായം കൂടി വേണ്ടി വരും. എന്റെ സഹായവും നിന്റെ സഹായവും ചേർന്ന് വരുമ്പോൾ അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ എന്നോടൊപ്പം എത്താൻ നിനക്ക് കഴിയുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മഹാന്മാരായ സഹാബിവര്യന്മാർക്കൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇഷ്കിന്റെ ഒരു അദമ്യമായൊരു ഇഷ്കുണ്ടായത്? എന്തുകൊണ്ടാണെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ തന്നെയാണ് അവർ ജീവിച്ചത്. നബി എന്തു പറയുന്നുവോ അതുതന്നെയാണ് അവർ പാലിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് അവർക്ക് പോകാൻ കഴിയുമായിരുന്നില്ല, അവർ പോകുമായിരുന്നില്ല. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, മഹാനായ നബിയോടുള്ള സലാത്ത്. നമ്മൾ സലാത്ത് ചൊല്ലി അതിന് ദുആ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഓരോ സലാത്തും നബിയുടെ പരിശുദ്ധമായ റൗളയിലേക്ക് എത്തും. നമ്മളതിൽ വിശ്വസിക്കുന്നവരാണ്, അതിൽ വിശ്വസിക്കേണ്ടവരാണ്. നമ്മുടെ ശരിയായ പ്രമാണങ്ങൾ അത് ഉദ്ഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടുള്ള ആ ഒരു ഹൃദയത്തിന്റെ തീവ്രമായ തെളിച്ചത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സാദാത്യങ്ങളും ഉസ്താദുമാരുടെയും നേതൃത്വത്തിൽ ദുആ നടക്കാനിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുആനെ കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞാൻ ഈ ആമുഖത്തിൽ ഇത്തരമൊരു അവസരം എനിക്ക് തന്നതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ സലാത്ത്, നമ്മൾ ചൊല്ലിയ സലാത്ത് വളരെ ആത്മാർത്ഥമായ സലാത്താണ്, വളരെ ശുദ്ധമായ സലാത്താണ്. പക്ഷേ ഈ സലാത്ത് ഉണ്ടാവേണ്ടത് എവിടെ നിന്നാണെന്നറിയാമോ? യാന്ത്രികമായി ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ശരി. നമ്മളിപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം, ഇതാണ് സലാത്ത്. ഇത് ഓരോ ദിവസവും 1,00,000 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു ഭാഗത്ത് കൈകൊണ്ട് എഴുതുന്നുണ്ട്, നാവ് കൊണ്ട് ചുണ്ടുകൊണ്ട് സലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അയാൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴും സലാത്തിൽ. ഇങ്ങനെ അയാൾ ശ്രദ്ധിക്കാതെ അങ്ങനെ യാന്ത്രികമായി ഇങ്ങനെ ചെല്ലുന്ന സലാത്ത്, ആ സലാത്തിന് ശ്രേഷ്ഠതയുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ മറ്റു ചർച്ചയാണ്. ആ ചർച്ചകളിലേക്കൊന്നും ഇപ്പോൾ ഈ സെഷൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. സത്യത്തിൽ സലാത്ത് എന്ന് പറയുന്നത് മശായിഖ്മാർ പഠിപ്പിച്ചതെന്നറിയാമോ? അത് മഹാനായ നബിയോടുള്ള ഒരു വലിയ മഹബത്തിന്റെ അകമ്പടിയോടുകൂടെ നമ്മുടെ നാവിൽ നിന്നും മനസ്സിൽ നിന്നും പുറത്തേക്ക് വരണം. അപ്പോഴാണ് സലാത്തിന്റെ ഹലാവത്ത് ഉണ്ടാവുക, സലാത്തിന്റെ മാധുര്യം ഉണ്ടാവുക. അത് അങ്ങനത്തെ സലാത്ത് ആയിരിക്കണം നമ്മുടെ സലാത്ത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനത്തെ സലാത്ത് ആക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടി ഉത്സാഹിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറഞ്ഞത്. അങ്ങനെ ഉത്സാഹിക്കുമ്പോൾ നമ്മൾ നബിയോടുള്ള ഇഷ്ക് വർദ്ധിപ്പിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. നബിയോടുള്ള ഇഷ്ക് വർദ്ധിപ്പിക്കാൻ രണ്ട് കാര്യങ്ങളെ ഞാനിപ്പോൾ പറയുകയുണ്ടായി. ഒന്ന്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂക്ഷ്മമായി ആഴത്തിൽ നമ്മൾ പഠിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് ഏത് വലിയ ആളെപ്പറ്റി പഠിച്ചാലും ചെറുതെങ്കിലുമായ ഒരു അപകടം ഉണ്ടാകും, ഉറപ്പാണ്. എവിടെങ്കിലും ഒരു കാല് തെന്നൽ, എവിടെങ്കിലും ഒരു വഴുക്കൽ, എവിടെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ മഹാന്മാരുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു കാര്യം ധൈര്യമായി നമുക്ക് പറയാൻ കഴിയും, അള്ളാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ ഏതെല്ലാം സോഴ്സുകളുണ്ടോ ആ സോഴ്സുകളിലൂടെ ഒക്കെ പഠിച്ചു നോക്കൂ. ആ പഠിക്കുമ്പോഴൊന്നും നെറ്റിയിൽ ചുളിവ് വീഴേണ്ട ഒരു സാഹചര്യം ഒരിക്കലും വരികയില്ല. അത്രമാത്രം സമ്പൂർണമായ ഒരു വ്യക്തിത്വമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ഇഷ്ക് ഉണ്ടാക്കി തീർക്കാൻ അള്ളാഹുവിന്റെ റസൂലിനെ നന്നായി പഠിക്കുക, ഒന്ന്. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ക് വർദ്ധിപ്പിക്കുവാൻ നബിയോടുള്ള അകലം കുറക്കുക. നബിയോടുള്ള അകലം കുറക്കാൻ എന്താ വേണ്ടത്? നബിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചതുപോലെ തന്നെ ജീവിക്കാൻ പറഞ്ഞ പോലെ തന്നെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ഉള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാവണം. ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് സത്യത്തിൽ ഈ ആമുഖം ഉപയോഗപ്പെടുത്തിയത്. സമയം അല്ലെങ്കിലും നേരത്തെ വൈകിയിട്ടുണ്ടായിരുന്നു, ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഞാൻ ഒന്നാമത് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അള്ളാഹുവിന്റെ തൗഫീഖ് എന്നൊക്കെ പറഞ്ഞാൽ അമ്രുമില്ലതേ, അത് അള്ളാഹുവിൽ നിന്നുള്ള മാത്രമുള്ള കാര്യമാണ്. അതിന് ഒരുപാട് നമ്മൾ വിയർക്കേണ്ടി വരും. അതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ നല്ല മനസ്സും നല്ല മനസ്ഥിതിയൊക്കെ ഉണ്ടാവണം. അതോടുകൂടെ നമ്മൾ എല്ലാവരും ദുആ ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഞാൻ മൈക്കെടുത്ത് പറയുന്നു, എൻ്റെ പേര് ദാരിമി എന്നാണ്, എൻ്റെ ID ദാരിമി ജിദ്ദ എന്നാണ്. അപ്പോൾ ഞാൻ ഒരു വലിയ ആളാണ് എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം ഒരേപോലെ
പോലെയുള്ള സഹോദരങ്ങളാണ് എല്ലാവരും. നമ്മളെല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നന്മ ഉദ്ദേശിക്കണം. അദ്ദീനു അന്നസീഹ. അതുകൊണ്ട് ഞാൻ എല്ലാം തെരഞ്ഞ ആളാണ്, നിങ്ങളൊക്കെ എങ്ങനെ ആയിക്കോളൂ എന്നല്ലപ്പോൾ ഞാൻ പറഞ്ഞതിനർത്ഥം. ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നതിന് മുമ്പ്, എൻ്റെ മൈക്കിലൂടെ നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഹിദായത്ത് ഉണ്ടാവണം, നമുക്കെല്ലാവർക്കും അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടാവണം, നമുക്കെല്ലാവർക്കും മഹാനായ റസൂലിനോടുള്ള ഇഷ്ക് ഉണ്ടാവണം. മഹാനായ റസൂലിനോടുള്ള ഇഷ്കിൽ നിന്നുള്ള സ്വലാത്തുകൾ നമുക്കുണ്ടാവണം. അതുവഴി നമ്മുടെ ജീവിതം രക്ഷപ്പെടണം. നമ്മുടെ ഈ ജീവിതമാകുന്ന നൗക വിജയത്തിൻ്റെ കര അണയേണ്ടതുണ്ട്. അതിനുവേണ്ടി എല്ലാ സഹോദരങ്ങളും എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പ്രാർത്ഥിക്കണം. അതോടുകൂടെ തന്നെ നല്ല കാര്യങ്ങളിലുള്ള നമ്മുടെ ബന്ധങ്ങളുണ്ടല്ലോ, ആ ബന്ധങ്ങളെ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഇതിൻ്റെ മുമ്പിൽ ഇപ്പോൾ നമുക്ക് 400-ിലധികം ആൾക്കാർ നേരത്തെ ചർച്ചയിലുണ്ടായിരുന്നു, വ്യാജകേശത്തിൻ്റെ ചർച്ചയിലുണ്ടായിരുന്നു. പക്ഷേ കുറേ ആൾക്കാർ പോയി. ആ പോയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ പോയ ആൾക്കാരൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ ശല്യം ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മളെന്താ പറയുന്നത്, നമ്മളെങ്ങനെ വ്യാഖ്യാനിക്കുന്നത് നോക്കാൻ വേണ്ടി വന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിനുള്ള ശരിയായ മഹബത്തുണ്ടല്ലോ, ആ മഹബത്തിലേക്ക് എത്തിച്ചേരാൻ, അതിനെ കച്ചവടമാക്കി മാറ്റാനുള്ള മഹബത്തിലേക്കല്ല, അതിലേക്ക് എത്തിച്ചേർക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇത്തരം ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും അങ്ങോട്ടും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മാത്രമല്ല ഇപ്പം ഇരിക്കുന്ന ഈ ബന്ധങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ 315 ആൾക്കാരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അൽഹംദുലില്ലാഹ്. ഈ 315 ആൾക്കാരിൽ ഇപ്പോൾ ആരും ശല്യക്കാരായ ആരുമില്ല. കാം ആൻഡ് ക്വയറ്റാണ് നമ്മുടെ ക്ലാസ്. എല്ലാവരും ഇതിൽ മുഴുകി നിൽക്കുകയാണ്. ടെക്സ്റ്റ് ചെയ്യാൻ കഴിയുന്നവരൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദുആകളിലൊക്കെ എല്ലാവരും ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല മനസ്ഥിതിയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ KICR എന്ന മേൽവിലാസത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ഈ സൗഹൃദ ബന്ധത്തെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സൗഹൃദ ബന്ധം ഉണ്ടല്ലോ, ഈ ദീനിന്റെ ബന്ധം, ഈ ഉഖുവത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഈ ബന്ധം, സമസ്തന്റെ പേരിൽ നമുക്കുണ്ടായ ഈ ബന്ധം, ഈ ബന്ധത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാവട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ദുആക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ എല്ലാ പരിപാടികളിലും എപ്പോഴും വരാൻ നമ്മുടെ ഈ ഇന്ന് പുതുതായി വന്ന സഹോദരങ്ങളോട് എല്ലാവരും പറയണം, എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം. ആ അർത്ഥത്തിൽ നമ്മൾ ഈ ഒരു ക്ലാസ് റൂമിനെ എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെല്ലാവരും അത്തരം ഒരു അവസ്ഥയിലാണ്. എല്ലാവരും ഒരു ദുആന്റെ മനസ്ഥിതിയിലാണ്. ഇപ്പോൾ ഒരു പ്രസംഗിക്കേണ്ട സമയമല്ല സത്യത്തിൽ. പിന്നെ അഭിനന്ദനായ നാസിർ ഉസ്താദ് അങ്ങനെ ഒന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം എല്ലാവരും ദുആ ചെയ്യാനും ദുആയിൽ പങ്കെടുക്കാനും വേണ്ടിയാണ് ഞാനടക്കം നമ്മളെല്ലാവരും കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് പക്ഷേ എങ്കിലും ഇത്തരം ഒരു അവസ്ഥയിൽ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായി നബിയോടുള്ള സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മുടെ മഹബ്ബത്ത് എന്ന മനസ്സിൽ നിന്നുണ്ടാകുന്നതായിരിക്കണം. മഹബ്ബത്തിന് ആരോഗ്യമുണ്ടാവണമെങ്കിൽ, മഹബ്ബത്തിന് പവർ ഉണ്ടായി തീരണമെന്നുണ്ടെങ്കിൽ ഒന്ന് നബിയെ നമ്മൾ നന്നായി പഠിക്കണം. രണ്ടാമത് നബിയുടെ ജീവിതത്തെ നാം അനുധാവനം ചെയ്യണം സുന്നത്തുകൾ ചെയ്തുകൊണ്ട്. ഇത് രണ്ട് കാര്യങ്ങളാണ്. മൂന്ന് എന്ന് പറയാൻ പാടില്ലാത്ത ഒന്നാമത്തേത് തന്നെയായ കാര്യമാണ് ഇതിനൊക്കെ തൗഫീഖ് ഉണ്ടാകുക എന്നുള്ളത്. തൗഫീഖ് ഉണ്ടാവാൻ നമുക്ക് നല്ലൊരു കൂട്ടായ്മ ഉണ്ടാവണം, നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം. അതിന് നമുക്ക് നല്ലൊരു നമ്മുടെ ബന്ധങ്ങളെ പരസ്പരം കൂട്ടിച്ചേർക്കാനുള്ള ഒരു മഹത്തായ വേദിയാണ് നമ്മുടെ ക്ലാസ് റൂം. ഈ ക്ലാസ് റൂമുമായുള്ള ബന്ധം നാം സദൃഢമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ധാരാളം സുഹൃത്തുക്കൾ PM ചെയ്തിരുന്നു. ഇപ്പോൾ അഭിനന്ദനായ അഡ്മിൻ സഹോദരങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ DND ആക്കിയതാണ്. ഞാൻ പറയാറുണ്ടല്ലോ, ഞാനിപ്പോൾ എനിക്ക് ബുസ് കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര അസ്വസ്ഥതയാണ്. പക്ഷേ എങ്കിലും പറയാനുള്ളവരും ചെയ്യാനുള്ളവരൊക്കെ ചെയ്തോട്ടെ. ചില ആൾക്കാർ ശല്യപ്പെടുത്താനായി കാരണം, പക്ഷേ എല്ലാവരും ശല്യപ്പെടുത്താനായിരുന്നില്ല. ഒരുപാട് സഹോദരങ്ങൾ അവരുടെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹു അതെല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു അതെല്ലാം അറിയുന്നവനാണ്. ഇൻഷാ അള്ളാഹ് അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പേട്ടങ്ങളെല്ലാം അള്ളാഹു ഹാസിലാക്കി തരും. അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ എന്ന് വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അഭിനന്ദരായ തങ്ങളവറുകളെ ദുആക്ക് വേണ്ടി മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. തങ്ങളവറുകൾ മേലേക്ക് എത്തും എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും
എനിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സമ്മേളനം ഈ ആഴ്ചയിൽ നടക്കുകയാണ്. എല്ലാവർക്കും അറിയാം. നമ്മുടെ അഭിനന്ദനായ ഉസ്താദുമാർ അവർക്കെല്ലാം ദീർഘായുസ് ഉണ്ടാവണം, ആഫിയത്തുള്ള ആരോഗ്യമുണ്ടാവണം. അതുകൊണ്ട് അതിനൊക്കെ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം വിജയപ്രദമാക്കി തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ശത്രുക്കൾക്കെല്ലാം ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്കെല്ലാം ശരിയായ പാതയിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മശായിഖുമാർ, സാദാത്തുകൾ, ഉസ്താദുമാർ എല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീർഘകാലം നമ്മെ നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആയുരാരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഗൾഫ് രാജ്യങ്ങളിൽ ജീവിത സന്ധാരണത്തിന് വേണ്ടി കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മാനസികമായും സാമ്പത്തികമായും സാമൂഹികമായും അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തും ഖുവ്വത്തും സാമ്പത്തിക ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജോലിയില്ലാത്തവർക്ക് അല്ലാഹു ജോലി തരപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളെയും അള്ളാഹു അവൻ്റെ ഖൈറ് കൊണ്ട്, അവൻ്റെ ബർക്കത്ത് കൊണ്ട്, അവൻ്റെ നിഅമത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും ഇൽമ കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്കെല്ലാം ഖൈറിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി അള്ളാഹുവിൻ്റെ റസൂലിനെ അക്ഷരാർത്ഥത്തിൽ ജീവിതം കൊണ്ട് പിന്തുടരാനുള്ള തൗഫീഖ്, അങ്ങനെ തന്നെ അഭിമാനപൂർവ്വം ജീവിക്കാനും അങ്ങനെ തന്നെ മരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അഭിനന്ദനായ തങ്ങളവർക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ഒരുപാട് പണ്ഡിതന്മാരും സലീമായ ഖൽബിന്റെ ഉടമകളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മഹത്തായ സദസ്സാണിത്. ഇപ്പോൾ നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ അദബും മര്യാദയുമുള്ള ഒരുപാട് ആളുകളാണ്. യഥാർത്ഥത്തിൽ ഒരുപാട് അമലുകൾ ചെയ്തുകൊണ്ട് കാര്യങ്ങളില്ല. അദബും മര്യാദയുമുള്ള ഒരു സമൂഹം, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും നാം പഠിക്കേണ്ടതും. അങ്ങനെ ഒരു അദബും മര്യാദയുള്ള ആളുകളായി തീരുക എന്നതാണ് നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റസൂലുള്ളാഹിനെ പിൻപറ്റിക്കൊണ്ട് ചെയ്യേണ്ട കാര്യം. അദബ് എന്നാൽ വളരെ കാര്യപ്രസക്തമായ ഒരു കാര്യമാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ഒരു പക്ഷത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന അദബില്ലാത്ത ആളുകളാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ദാരിമി, ബഹുമാനപ്പെട്ടവർ എത്ര വളരെ ക്ഷമിച്ചുകൊണ്ട്, ക്ഷമ എന്ന് പറഞ്ഞാൽ ഇന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും ക്ഷമിക്കാൻ സാധിക്കുകയില്ല. ബഹുമാനപ്പെട്ടവർ നമ്മൾക്ക് ആ ക്ഷമയുടെ ആ മര്യാദ ഇവിടെ തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉച്ചത്തിൽ സംസാരിച്ചു കഴിഞ്ഞാലുള്ള ഇത് ഖുർആൻ എടുത്തു പറഞ്ഞു. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറു ബിൽ ഖൗലി കജഹരി ബഅദികും ബഅദ അൻ തഹബത അഅമാലുക്കും. ഓതിയ തെറ്റി അല്ലാഹു അലം. അൻ തഹബത അഅമാലുക്കും, ഞാൻ അത് പറയാനാ ആയത്തോതിയത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങളെ സൗണ്ടിനേക്കാൾ കൂടുതൽ സംസാരിച്ചാൽ അവന്റെ അമലുകളൊക്കെ ബാത്തിലായി പോകും. അപ്പോൾ ഒരുപാട് അമലുകൾ ഡിലീറ്റായി പോകുന്നതാണ്. തഹബത്ത അമാലുക്കും എന്ന് പറഞ്ഞാൽ ഡിലീറ്റായി പോകുന്ന അതിന്റെ ഡയറക്റ്റ് അർത്ഥം. ഡിലീറ്റ് ആകുന്ന പറഞ്ഞാൽ നമുക്കറിയാലോ. അതായത് കൊല്ലക്കണക്കിൽ മാസക്കണക്കിൽ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് ഒരു ഡിലീറ്റ് ബട്ടൺ അമർത്തിയാൽ കംപ്ലീറ്റ് പോയി. അത്രയും കാലം ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൊരു
എക്സാമ്പിളാണത്. അത്രയും കാലങ്ങൾ നാം ചെയ്ത ആ പ്രവർത്തിച്ച പ്രവർത്തനം ഒരൊറ്റ ബട്ടണമർത്തിയാൽ ഡിലീറ്റ് ആയിപ്പോയി. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നാം പാലിക്കേണ്ട അദബ്. ആ അദബ് ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യർ രക്ഷപ്പെടുകയുള്ളൂ. ഒരുപാട് ഇൽമ് ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദബ് പാലിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് ഖൽബിലുണ്ടാകുക. ഹുബ്ബ് എന്ന് പറയുന്നത് അത് ഒരു വിഷയം തന്നെയാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യൽ മാത്രമല്ല, റസൂലുള്ളാഹിനോട് ഹുബ്ബില്ല എന്നുണ്ടെങ്കിൽ എന്ത് ഇത്തിബാ ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. ഹുബ്ബ് വേണം. അള്ളാഹു നമുക്ക് ഹുബ്ബ് ഖൽബിൽ തരട്ടെ. അത് മഹാന്മാരായ ആളുകളെ ഇത്തിബാഴ്, ഇജ്തിമാഴ്, ഇസ്തിമാഴ് ഇങ്ങനെ 3 വിഷയം പറയാറുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദൊക്കെ പറയുമ്പോൾ പറയാറുള്ളത്, അത്തിപ്പറ്റ ഉസ്താദൊക്കെ പറയുമ്പോൾ പറയാറുള്ളത്, ഇത്തിബാ ഉണ്ടായിരിക്കണം, ഇജ്തിമാ ഉണ്ടായിരിക്കണം. മഹാന്മാരായ ആളുകൾ ഒന്നിച്ചുള്ള ഒരു ഇജ്തിമാ ഉണ്ടായിരിക്കണം. അവർ പറഞ്ഞത് കേൾക്കണം, കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ദുന്യാവും ആഖിറവും രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു ആ ദുന്യാവും ആഖിറവും രക്ഷപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഒരുപാട് ആളുകൾ ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാം അള്ളാഹു അറിയുന്നവനാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത്, നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 100 അസ്തഗ്ഫിറുല്ലാ, ഇസ്തിഗ്ഫാർ, 100 സലാത്ത്, 100 ദിക്ർ ഇത് ചൊല്ലിയതിന് ശേഷം നമുക്ക് ദുആ ചെയ്യാം. അസ്തഗ്ഫിറുല്ലാഹ് 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 أستغفر الله 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 اللهم صل على سيدنا محمد وآله وسلم 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 اللهم صل على سيدنا وآله وسلم اللهم صل على سيدنا محمد 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 وآله وسلم
اللهم صل على سيدنا محمد وآله وسلم. 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 اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وآله 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 وسلم. اللهم صل على سيدنا أحمد وعلي 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 وسلم تسليما كثيرا بقدر ذنبك في كل وقت واحد. فاعلم أنه لا إله إلا الله. 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 لا إله إلا الله.
لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله وقد حيلتي عند وسيلتي وأوصني سريا بعزة الله. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم أوصل المستوى ما قرأنا وما صليناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى روح نبينا حبيبنا مرشدنا وهادينا منجينا محمد صلى الله عليه وسلم. اللهم ارزقنا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته حظ المورود واحشرنا في ظل لوائه المعقود وإلى حضرة أصحاب البدريين والوحديين والخندقيين والحنينين بقية الصحابة والقرابة كلهم أجمعين وإلى حضرة أرواح الأنبياء الأولياء العلماء والشهداء والزهداء والصديقين والصالحين وإلى حضرة شيخ المشارق المغارب وقطب الأقطاب وغوث الأعظم سلطان العارفين سيد عبد القادر الجيلاني غفر الله سره العزيز وإلى حضرة الشيخ بلش شاذلي غفر الله سره العزيز وإلى حضرة شيخنا محمد الهاشمي قدس الله سره العزيز وإلى حضرة شيخنا عبد القادر عيسى قدس الله سره العزيز وإلى حضرة كل ولي ولية ما كانوا من مشارق الأرض إلى مغاربها ذكرا وأنثى صغيرا وكبيرا كلهم أجمعين وإلى حضرة رواي آبائنا أمهاتنا أجدادنا جداتنا وأعمامنا عماتنا إخوتنا وأخواتنا لجميع المسلمين كل عام وإلى حضرة من ماتوا من حضر في هذا المجلس يا رب العالمين. اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم حفرة من نفر النيران. اللهم آنس وحشتهم وآمن روحتهم ونفس قربتهم ونوّر محلتهم وارفع درجتهم وكلنا ولهم ولنا بهم فيها. اللهم اجعل ثواب ما قرأناه فداء لنا فداء لهم من النار. اللهم اجعل ثواب ما قرأناه فكاكا لنا فكاكا لهم من النار. اللهم بحقهم وبجاههم بكراماتهم بعلومهم وبأسرارهم يسر أسيرنا وسهل أمورنا وقل هوائجنا واشف أمراضنا وأمراض مرضانا يا شافي الأمراض. اللهم إنك تعلم حاجاتنا وحاجة من حضر في هذا المجلس فاقضيها يا قاضي الحاجات بحق نبيك المصطفى محمد صلى الله عليه وسلم. اللهم إنك تعلم أمراضنا أمراض من أوصانا بالدعاء في هذا المجلس واشفيها يا شافي الأمراض بحق نبيك المصطفى محمد صلى الله عليه وسلم. اللهم اجعلنا واجعل أهلنا واجعل لإخواننا من السعداء المقبولين ولا تجعلنا وإياهم من الأشقياء المطرودين. اللهم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا وكلنا صاحبا في سفرنا وخليفة في أهلنا وطمش على وجوه أعدائنا وامسخهم على مكانتهم ولا يستطيعون المضي المجيء إلى يا رب العالمين. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. اللهم أظلنا تحت ظل عرشك يوم لا ظل إلا ظلك ولا باقي إلا وجهك واسقنا من حوض نبيك محمد صلى الله عليه وسلم شربة هنية مرية لا نظمأ بعدها أبدا. اللهم إنا نسألك من خير ما سألك منه نبيك سيدنا محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذك منه نبيك سيدنا محمد صلى الله عليه وسلم. اللهم إنا نسألك الجنة ونعيمها وما يقربنا إليها من قول أو فعل أو عمل ونعوذ بك من النار وما يقربنا إليها من قول أو فعل أو عمل. اللهم اغفر لنا ولوالدينا رب ارحمهم كما ربونا صغارا. اللهم اغفر لنا ولوالدينا لمشايخنا ولأستاذنا ولأقاربنا لقبائلنا ولأشائرنا ولجيراننا ولمن أحب وأحسن إلينا ولمن له حق علينا ولمن أوصانا بالدعاء
ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت اللهم احفظنا واحفظ أهلنا واحفظ إخواننا واحفظ من معنا واحفظ من حضر في هذا المجلس من البلايا والأعداء والأمراض والآفات والمصيبات يا رب العالمين بحق نبيك المصطفى محمد صلى الله عليه وسلم. اللهم اجعلنا واجعل أهلنا واجعل إخواننا من السعداء المقبولين ولا تجعلنا وإياهم من الأشقياء المطرودين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. റഹ്മാനും റഹീമുമായ തമ്പുരാനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഞങ്ങൾ ഇതാ ഒരുപാട് സലാത്ത് ചൊല്ലിക്കുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു തമ്പുരാനെ, ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണമേ തമ്പുരാനെ. പടച്ചവനെ, ദുആ ചെയ്യാനുള്ള അർഹതയില്ലെങ്കിലും ഒരുപാട് സലീമായ മനസ്സിന്റെ ഉടമകൾ ആമീൻ പറയുന്നുണ്ട്. ഹഖ്ജാഹ് ഓരോരൊക്കെ സലീമായ കൽബിന്റെ ആളുകൾ ദുആക്ക് ആമീൻ പറയുന്നത് അവരുടെ മഹത്വം കൊണ്ടെങ്കിലും ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്തിച്ചുണ്ട്. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ അറിയുന്നവനാണ് തമ്പുരാനെ. അവരുടെ ഉദ്ദേശങ്ങളെ നീ നിറവേറ്റി കൊടുക്കണമേ തമ്പുരാനെ, നിറവേറ്റി തരണമേ തമ്പുരാനെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ലാഖത്ത് ഹീലത്തി അന്ത വസീലത്തി ഫഗ്സിനി സരിയം ബിഇസ്സത്തില്ലാഹ്. പടച്ചവനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹക്ക് ജാഹ് ബർത്തുകൊണ്ട് ഞങ്ങളുടെ സമസ്തയുടെ പണ്ഡിതന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി തമ്പുരാനെ. കാളമ്പാടി ഉസ്താദിനെ പോലത്തെ ദൈനുദ്ദീൻ മുസ്ലിയാരെ പോലത്തെ ഒരുപാട് ആളുകൾ, മഹാന്മാരായ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകി തമ്പുരാനെ. പടച്ചവനെ, സമസ്തയുള്ള ജമിയത്തുൽ ഉലമാ എന്ന സംഘടനയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളൊക്കെ വൈകേടിലാകുമായിരുന്നു തമ്പുരാനെ. പടച്ചവനെ, അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്ക് തമ്പുരാനെ. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച ആ സമസ്തയിൽ അടിയുറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി തമ്പുരാനെ. പടച്ചവൻ, മഹാന്മാരായ ആലിമ്യങ്ങളെ മശായിഖ്മാരെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകി തമ്പുരാനെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്തിനവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകി തമ്പുരാനെ. പടച്ചവനെ, കുട്ടികളില്ലാത്ത ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്തുണ്ട്. 1 ലക്ഷക്കണക്കിൽ സലാത്ത് ചൊല്ലി ആ സലാത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിയാണ് തമ്പുരാൻ. ഞങ്ങൾക്കൊന്നിനും കഴിവില്ല തമ്പുരാനെ. പടച്ചവനെ, നിന്റെ പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു തമ്പുരാനെ, ഈ സലാത്തിന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് കുട്ടികളില്ലാത്ത ആളുകൾ സാലിഹായ സന്താനങ്ങൾ നൽകി തമ്പുരാനെ. പടച്ചവനെ, സാലിഹായ സന്താനങ്ങളെ നൽകി തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ കുട്ടികളുള്ള ആളുകൾക്ക് ഞങ്ങളുടെ സന്താനങ്ങളെ സാലിഹാക്കി തീർക്കണമേ തമ്പുരാനെ. വിവാഹപ്രായമായ ഒരുപാട് കുട്ടികളുള്ള ആളുകളുണ്ട്. അവർക്ക് നല്ല ഹുഫുവത്ത ഭർത്താക്കന്മാരെ നൽകി തമ്പുരാനെ. എന്റെ സുഹൃത്തിൽപ്പെട്ട ഒരാളുടെ അദ്ദേഹത്തിന്റെ കുട്ടീനെ കെട്ടിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്തുണ്ട്. അദ്ദേഹത്തിനും അതുപോലുള്ള ആളുകൾക്കും കുട്ടികളെ കെട്ടിക്കാനുള്ള ആളുകൾക്ക് കുഫുവത്ത ഭർത്താവിനെ നൽകി തമ്പുരാനെ. പടച്ചവനെ, കുഫുവത്ത ഭാര്യന്മാരെ മറ്റുള്ളവർക്കും നൽകി തമ്പുരാനെ. പടച്ചവനെ, അതുകൊണ്ട് ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടി തമ്പുരാനെ. സാലിഹ്യങ്ങളും മഹാന്മാരുമായ മശായിഖുമാരൊന്നിച്ച് ഒരുമിച്ച് കൂട്ടി തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾ മക്കളെ സാലിഹായ സന്താനങ്ങളാക്കി തമ്പുരാനെ. സാലിഹായ സന്താനങ്ങളാക്കി തമ്പുരാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന സാലിഹായ സന്താനങ്ങളാക്കി തമ്പുരാനെ. പടച്ചവനെ, രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ രോഗങ്ങളൊക്കെ പല ആളുകളും ഇവിടെ ടെക്സ്റ്റ് അടിച്ച് പറഞ്ഞിട്ടുണ്ട് തമ്പുരാനെ. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ അറിയുന്നവരാണ് തമ്പുരാനെ. അവരുടെ രോഗങ്ങൾ അറിയുന്നവരാണ് തമ്പുരാനെ. മാറാവ്യാധികളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല തമ്പുരാനെ. മാറാവ്യാധികളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല തമ്പുരാനെ. പടച്ചവനെ, എന്ത് രോഗമുള്ള ആളുകൾക്കും നീ ശിഫ നൽകണമേ തമ്പുരാനെ. ശിഫായിലേക്കുള്ള കാരണങ്ങൾക്ക് എത്തിപ്പെടുക്കാനുള്ള തൗഫീക്ക് നൽകി തമ്പുരാനെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ശിഫായിലേക്ക് എത്തിക്കുവാനുള്ള തൗഫീക്ക് നൽകി തമ്പുരാനെ. പടച്ചവനെ, വിഷമിച്ച് ദുനിയാവിൽ വളരെ വിഷമിച്ച് ജീവിക്കുന്ന, സംസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഞങ്ങളുടെ ആളുകളുണ്ട്. അവർക്ക്
മരിക്കൽ ഖൈറാണെങ്കിൽ അവർക്ക് മരണം നൽകി ഈമാനോടുകൂടി ഈമാൻ സലാമത്താക്കി കൊടുക്കുക തമ്പുരാനെ. പടച്ചവനെ വിഷമിക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള വിഷമിക്കുന്ന ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെയുണ്ട്. അവർക്ക് മരണം ഖൈറാണെങ്കിൽ അവർക്ക് ഈമാൻ സലാമത്താക്കി കൊടുക്കുക തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളെ ആഖിറത്തിലൊന്നും ശിക്ഷിക്കല്ല തമ്പുരാനെ, ഖബറിൽ ശിക്ഷ നൽകല്ല തമ്പുരാനെ. ഞങ്ങളെ ഖബറിൽ ഞങ്ങളുടെ ഉമ്മവാപ്പാമാരോട് ഞങ്ങൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യാണ്ട് ഞങ്ങളെ ഖബറിനെ പ്രഭാപൂരിതമാക്കി തരണമേ തമ്പുരാനെ. സ്വർഗത്തിൽ നിന്ന് സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റി തരണമേ തമ്പുരാനെ. മാശറയിൽ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ശഫാഅത്ത് സ്വീകരിക്കുന്ന കൂട്ടക്കാരൻ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. പടച്ചവനെ ഈ സ്വലാത്ത് ഹക്ക് ജാഹിന്റെ ബർക്കത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുവാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ഞങ്ങളുടെ ജമീഅ അഖാരിബിന് നൽകണമേ തമ്പുരാനെ. പടച്ചവനെ ജോലിയില്ലാത്ത ആളുകൾ ജോലിക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ട് തമ്പുരാനെ. ജോലിയില്ലാത്ത ആളുകൾക്ക് നല്ല ജോലി നൽകി തമ്പുരാനെ. പടച്ചവനെ ഇഖാമ കിട്ടാത്ത ആളുകൾ ഇഖാമ കിട്ടാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യേണ്ടവരുടെ ഇഖാമ വളരെ എളുപ്പത്തിലാക്കി കൊടുക്കുന്ന തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളെ KICRന്റെ ഒരുപാട് പ്രവർത്തകർ, നെറ്റിൽ വന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. KICRന്റെ ഒരുപാട് പ്രവർത്തകരുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങളുമായി ക്ലാസ് എടുക്കുന്ന ആലിമ്യങ്ങൾ അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി തമ്പുരാനെ. ഞാൻ ആരെയും പേരെടുത്ത് പരാമർശിക്കുന്ന തമ്പുരാനെ നിനക്കറിയുന്നതാണ് തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെ മുഖ്ലിസായി വളരെ നല്ല നയ്യത്തോടുകൂടെ ജനങ്ങൾക്ക് മനസ്സിലാകണമെന്ന ഉദ്ദേശത്തോടുകൂടെ ജനങ്ങൾക്ക് ഇൽമ് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാനുള്ള നല്ല സന്മനസ്സോടുകൂടിയുള്ള ഒരുപാട് ആലിമ്യങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് തമ്പുരാനെ. അവർക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന തമ്പുരാനെ. പടച്ചവനെ ആ ഇൽമ് കൊണ്ട് അവർക്കും ഞങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന ഇൽമാക്കി തമ്പുരാനെ. പടച്ചവനെ ഉപകാരപ്പെടാത്ത ഇൽമ് ഞങ്ങൾക്കാർക്കും നൽകല്ല തമ്പുരാനെ. പടച്ചവനെ ഞങ്ങൾ ആലിമ്യങ്ങൾക്കും തമ്പുരാനെ. പടച്ചവനെ ഒരുപാട് ആളുകൾ റേഡിയോവിൽ ഇത് കേൾത്തുകൊണ്ടിരിക്കുന്നു, അവരുടെയും ഞങ്ങളെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തു തമ്പുരാനെ. പടച്ചവനെ ദുആക്ക് ഇജാബത്തുണ്ടാകുന്ന ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തു തമ്പുരാനെ. ഒരുപാട് മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ മഹാന്മാരെ ആളുകളൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. അവരുടെ ദുആയിൽ ഞങ്ങളെ നീ പങ്കെടുപ്പിക്കണമേ തമ്പുരാനെ. അവരുടെ ദുആയിൽ ഞങ്ങളെ നീ പങ്കാളികളാക്കണമേ തമ്പുരാനെ. മുഅ്മിൻ എന്ന മുസ്ലിം എന്ന് വസ്തു പറയാൻ സാധിക്കുകയില്ലെന്നും പടച്ചവനെ നിന്നെ മഹദൂവെന്ന് ഞങ്ങളെ മുഅ്മിനായി നീ സ്വീകരിക്കണമേ തമ്പുരാനെ. പടച്ചവനെ നിന്നെ മഹദൂവെന്ന് മുഅ്മിനായി സ്വീകരിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുനിയാവിൽ വെച്ചും ആഖിറത്തിലും കൺകുളിർക്കെ കാണുവാനും സന്തോഷിക്കുവാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഇനി നൽകണമേ തമ്പുരാനെ. ഞങ്ങളെ ഉമ്മവാപ്പാമാർക്ക് നൽകണമേ തമ്പുരാനെ. ഞങ്ങളെ മശായിഖുമാർക്ക് നൽകണമേ തമ്പുരാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും അവരുടെ ബന്ധപ്പെട്ടവരുടെയും ആളുകൾക്ക് നീ നൽകണമേ തമ്പുരാനെ. പടച്ചവനെ ഈ ദുആ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി തമ്പുരാനെ. ദുനിയാവും ആഖിറം വിജയിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. الصلاة والسلام عليك يا سيدي يا رسول الله. لاقت هيلتي عند وسيلتي فاغسني سريعا بعزة الله. الصلاة والسلام عليك يا سيدي يا رسول الله. لاقت هيلتي عند وسيلتي فاغسني سريعا بعزة الله. الصلاة والسلام عليك يا سيدي يا رسول الله. لاقت هيلتي عند وسيلتي فاغسني سريعا بعزة الله. الصلاة والسلام عليك يا سيدي يا رسول الله. لاقت هيلتي عند وسيلتي فاغسني سريعا بعزة الله. آمين آمين يا رب العالمين. صلى الله على سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. الحمد لله رب العالمين. السلام عليكم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. മഹത്തായ ഒരു സദസ്സിലെ ദുആ കർമ്മത്തിന് ശേഷമാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്.
പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തോടനുബന്ധിച്ച് നമ്മേക്കാൾ ഏറെ സ്നേഹിക്കുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളുടെ പേരിലുള്ള 1 കോടി സ്വലാത്ത് ചൊല്ലുവാനുള്ള KICRന്റെ തീരുമാനം അൽഹംദുലില്ലാഹ് അതിന്റെ പ്രവർത്തകരുടെ കൂട്ടായ്മ കൊണ്ടും അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായും ഉദ്ദേശിച്ച ലക്ഷ്യത്തിന്റെ അപ്പുറത്തേക്കെത്താൻ സാധിച്ചു. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരു പുണ്യമായ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഏതായാലും ഒരു അനുഗ്രഹമായിട്ടുണ്ട്. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സമ്മേളനത്തിനോടനുബന്ധിച്ച് SKSFന്റെ 20ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ചൊക്കെയുള്ള വ്യത്യസ്ത പരിപാടികളുമായി കേരള ഇസ്ലാമിക് ക്ലാസ് റൂം വളരെ സജീവമാണ്. അതിന് മകുടം ചാർത്തുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിലുള്ള സദസ്സ് വളരെ അനുഗ്രഹീതമായിട്ടുണ്ട്. എല്ലാവിധ നന്ദിയും ബഹുമാനപ്പെട്ട തങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സദസ്സിനെ അറിയിക്കാനുള്ള മറ്റു കാര്യം പലരും അറിഞ്ഞിട്ടുണ്ടാകും. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 85ാം വാർഷിക സമ്മേളനത്തിന്റെ നഗരിയിൽ KICRന്റെ സ്റ്റാള് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് KICRന്റെ പ്രവർത്തനങ്ങളെന്നും ആധുനിക യുഗത്തിൽ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്റർനെറ്റ് ലോകത്ത് ഇസ്ലാമിക പ്രവർത്തനം അത് എങ്ങനെയാണെന്ന് സാധാരണക്കാരുടെ അടിയിലും അവിടെ വരുന്ന 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കാൻ നമ്മുടെ ക്ലാസ് റൂമിന്റെ പ്രവർത്തകർ അഡ്മിന്മാർ അവിടെ തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന സൈനുൽ ഉലമ ചെർശ്ശേരി സൈനുദ്ദീൻ ഉസ്താദും മറ്റ് പണ്ഡിതന്മാരുടെയും സുജിതന്മാരുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഔദ്യോഗികമായി KICRന്റെ സ്റ്റാൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫോട്ടോകളും ന്യൂസുകളൊക്കെ ഇൻഷാല്ലാ സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് താമസിയാതെ തന്നെ കാണാൻ കഴിയും. സമസ്തയുടെ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ തന്നെ അത് നല്ല നിലയിൽ തന്നെ മുടക്കമോ തടസ്സം ഒന്നും ഇല്ലാതെ ക്ലാസ് റൂമിൽ എത്തിക്കാനുള്ള സന്നഹങ്ങളുമായി ലൈവ് ടീം അവിടെ റെഡിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സുഹൃത്തുക്കളെയൊക്കെ നിങ്ങൾ ഈ വിവരങ്ങൾ അറിയിക്കണം. നാട്ടിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നെറ്റ് സൗകര്യമുള്ള ലോകത്തിന്റെ എമ്പാടുമുള്ള ലോകത്തെവിടെ ഏത് മുക്കിലും മൂലയിലുമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ KICR ക്ലാസ് റൂമിലേക്ക് വൈറസ് മെസ്സഞ്ചർ ഉപയോഗിച്ചിട്ടുള്ള SKSFന്റെ ഒഫീഷ്യൽ ഇന്റർനെറ്റ് ലോകത്തെ ഒരു ഇന്റർനെറ്റ് ചാനലായ KICRലേക്ക് എല്ലാവരെയും നിങ്ങൾ വിളിച്ചു വരുത്തണം. അവർക്ക് ആ സന്ദേശം കൈമാറണം. നാട്ടിലുള്ള സുഹൃത്തുക്കൾക്ക് എന്താണ് ക്ലാസ് റൂം എന്ന് അറിയാനുള്ള ഈ സൗകര്യം നമ്മൾ ഈ സമ്മേളന നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. അത് എല്ലാവരെയും അറിയിക്കുവാനും അവിടെ പോയിട്ട് നേരിൽ കണ്ട് അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിച്ച് കൊടുക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അതിനുവേണ്ടി എല്ലാവരും ആ കാര്യങ്ങൾ നിങ്ങൾ നാട്ടിലുള്ള സുഹൃത്തുക്കളെയും കൂടി അറിയിക്കണമെന്ന് ഈ അവസരത്തിൽ നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ ഒരുപാട് ഉസ്താദന്മാരെ താഴെയുണ്ട്. അവരൊക്കെ മൈക്കിരിക്കുമെന്ന് മറ്റുള്ള ധാർമ്മിക ഉസ്താദും അതുപോലെ തന്നെ ഗഫൂർ ഉസ്താദും അതുപോലെ തന്നെ സുന്നീസും ഒക്കെ ഉണ്ട്. അവരാരെങ്കിലും മൈക്കിലേക്ക് വരുമെന്ന് പ്രതീക്ഷകൊണ്ടും ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്ന ആരെങ്കിലും റെഡിയുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്ത് സംസാരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരിക, റൈസ് ഹാൻഡ് ചെയ്യുക. ഓക്കെ, നോർ ഫേസ് സ്ഥാനെത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിൽ ഫായിസിൻ ബിറളില്ലാഹി അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ര മനോഹരമായ രീതിയിലായിട്ടുണ്ട് നമ്മുടെ സ്വലാത്തിന്റെ സമാപനം. ഞാനൊന്നും ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നാട്ടിലായിരുന്നു ഇത് തീരുമാനിക്കുന്ന സമയത്ത്. നാട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ 1 കോടി സ്വലാത്ത് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ആളുകൾ കൂടി ചൊല്ലി തീർക്കുക. പഠിച്ചോനെ എന്ത് പണിയായി, എന്ത് തീരുമാനമായി എടുത്തത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. 1 കോടി എന്ന് പറയുന്നത് ലക്ഷമാണല്ലോ. 100 ലക്ഷം സ്വലാത്ത് ചെല്ലുക, അത്
വളരെ പ്രയാസകരമായ ഒരു വിഷയം തന്നെ ആയിരിക്കും എന്ന് ആണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് സത്യം പറഞ്ഞാൽ. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ഞാൻ ഈ ആളുകളെ കുറിച്ച് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് ചെല്ലിയ ആൾ ഞാനായിരിക്കും. അത് ഞാൻ തന്നെ KMOൻ്റെ ഐഡിയിൽ ഞാൻ ആ വിഷയം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയത്ത് 1 ലക്ഷത്തിലധികം സ്വലാത്ത് ചെല്ലിയ കുടുംബം ഫാമിലികൾ നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലുണ്ട് എന്നും 1 കോടിൻ്റെ ഒക്കെ എത്രയോ മേലെ ഈ സ്വലാത്തിൻ്റെ എണ്ണം നമുക്കാക്കാൻ സാധിച്ചു എന്നുമുള്ള വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ആ സ്വലാത്ത് എത്ര കുറച്ച് ചെല്ലിയവർക്കും വലിയ ചെല്ലിയവർക്കൊക്കെ പൂർണ്ണമായ സവാബ് അല്ലാഹു പ്രദാനം ചെയ്യുകയും ആ സ്വലാത്തിൻ്റെയും ആ സ്വലാത്തിൻ്റെ ഉടമയായ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരെയും അല്ലാഹു അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തീരുമാറാവട്ടെ. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. പല ആളുകൾക്കും രോഗം ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ അവർക്കൊക്കെ അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതായാലും അൽഹംദുലില്ലാഹ് അത് വളരെ രീതിയിൽ സമാപിച്ചിരിക്കുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ.